ഹലോ ഫ്രണ്ട്സുകളെ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ടോക്സിക് നേച്ചറുള്ളൊരു പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? എന്താണ് ഈ ടോക്സിക് നേച്ചർ എന്നായിരിക്കും മിക്ക ആൺകുട്ടികളും തിരികെ ചോദിക്കാറ്. അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മിക്ക ആൺകുട്ടികളും അവരുടെ ഗേൾ ഫ്രണ്ട്സ് ടോക്സിക് നേച്ചർ ഉള്ളവരാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ടോക്സിക് ഗേൾ ഫ്രണ്ട് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളും മാർഗ്ഗങ്ങളുമാണ് സിക്സ്ത് സെൻസ് മലയാളം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോടുള്ള ബന്ധം ഊഷ്മളമായിട്ട് നിലനിർത്തുവാൻ എടുക്കുന്ന പ്രയത്നം അതുപോലെ തന്നെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ടോക്സിക് ഗേൾ ഫ്രണ്ടാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് ഉറപ്പിച്ചോളൂ. നിങ്ങളുടെ ബന്ധം നിലനിർത്തുവാൻ നിങ്ങളെടുക്കുന്ന എല്ലാ ശ്രമങ്ങളും ആസ്വദിക്കുകയും തിരികെ യാതൊരു വിധത്തിലുമുള്ള പ്രയത്നവും പ്രകടിപ്പിക്കാത്ത ഒരാൾ സ്വന്തം കാര്യം സിദ്ധാബാദ് ടൈപ്പായിരിക്കുമെന്ന് മനസ്സിലാക്കുക. സത്യസന്ധത എന്നത് ആരോഗ്യപരമായിട്ടുള്ള ഏത് ബന്ധത്തിൻ്റെയും ഒരു അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് കളവ് പറയുകയും കളവ് പിടിക്കപ്പെടുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് ന്യായീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ബന്ധം വെച്ച് പുലർത്തുന്നത് ഒരു ടോക്സിക് പെൺകുട്ടിയോടെയാണ്. പ്രണയബന്ധത്തിലുള്ള രണ്ട് വ്യക്തികൾക്കിടയിൽ കളവ് കടന്നു വന്നാൽ അത് ഒരിക്കലും ആ ബന്ധം നന്നായിട്ട് തുടർന്നു പോകില്ല. എന്തെങ്കിലും നിസ്സാര കാര്യം മറന്നു പോവുകയോ അല്ലെങ്കിൽ സമയത്തിന് എത്താമെന്ന് പറഞ്ഞിട്ട് താമസിച്ചെത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങളെപ്പോലെ ഒരു തോൽവി ഈ ലോകത്തെങ്ങും വേറെ ആരും ഇല്ലടാ എന്ന വിധത്തിൽ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ടോ? നിങ്ങളുടെ ഈ ചെറിയ പിഴവുകളെ പോലും വലുതായിട്ട് ചിത്രീകരിച്ച് നിങ്ങളെ തരം താഴ്ത്തുന്ന സ്വഭാവമുള്ള ഗേൾ ഫ്രണ്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ നല്ല ഒന്നാന്തരം ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഗേൾ ഫ്രണ്ടിനോട് ബന്ധം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ബന്ധം തുടങ്ങിയ കാലം മുതൽക്കേയുള്ള നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അവസരത്തിലും അനവസരത്തിലും എടുത്തിട്ട് നിങ്ങൾക്ക് മാർക്കെടുത്ത സ്വഭാവം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനുണ്ടോ? ഉണ്ട് എന്നാണ് നിങ്ങളുടെ തിരിച്ചുള്ള ഉത്തരമെങ്കിൽ കൺഗ്രാറ്റ്സ്, നിങ്ങളോടൊപ്പം ഉള്ളത് ഒരു ടോക്സിക് ഗേൾ ഫ്രണ്ടാണ്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായിട്ട് ആരും ഈ ലോകത്തിലില്ല. എന്നാൽ നിങ്ങളുടെ കുറ്റങ്ങളുടെയും കുറവുകളുടെയും കണക്ക് പുസ്തകം സൂക്ഷിച്ച് ആവശ്യാനുസരണം നിങ്ങളുടെ വായു അടച്ചു കെട്ടുവാൻ നിങ്ങളുടെ പാർട്ട്ണറായ പെൺകുട്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവൾ ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്ന് തിരിച്ചറിയാൻ അത് ഒരു അടയാളമാണ്. താൻ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരിയെന്ന് ഇപ്പോഴും വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന ഗേൾ ഫ്രണ്ട് ടോക്സിക് ഗേൾ ഫ്രണ്ട് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അവരുടെ നിഘണ്ടുവിൽ മാപ്പ് പറയുക, സ്വന്തം തെറ്റ് അംഗീകരിക്കുക, മറ്റുള്ളവർക്ക് വേദനിക്കുന്ന വാക്കുകൾ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക എന്നിവയ്ക്ക് സ്ഥാനം ഉണ്ടാവാറില്ല. കറക്റ്റ് പറഞ്ഞാൽ അത്തരം ടോക്സിക് പെൺകുട്ടികൾക്ക് എല്ലാം താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് കരുതുന്നവരാണ്. അവർ തിരുത്താൻ ഒരിക്കലും തയ്യാറില്ല, കാരണം അവർ ഒരിക്കലും സ്വയം തിരുത്താൻ തയ്യാറല്ല. അതുകൊണ്ട് അത്തരം ടോക്സിക് ഗേൾ ഫ്രണ്ടിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനോ കുടുംബത്തിനൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ സമയം ചെലവിടാനോ ഒക്കെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് തടസ്സം നിൽക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ടോക്സിക് ആണ് എന്നതിൻ്റെ ഒരു ഒന്നാന്തര അടയാളമാണ്. നിങ്ങളുമായുള്ള റിലേഷൻഷിപ്പ് മുതലെടുത്ത് നിങ്ങളുടെ മാത്രം റിലേഷൻഷിപ്പ് ലോകത്ത് തളച്ചിരുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എങ്കിൽ അവൾ എന്ത് വില കൊടുത്തും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും പുറം ലോകവുമായുള്ള ബന്ധങ്ങൾക്കും കൂച്ചുവിലങ്ങിടും. ആദ്യമൊക്കെ അത് നിങ്ങൾ അവളുടെ പൊസസീവ്നെസ് ആയിട്ട് കരുതി ചിലപ്പോൾ കാര്യമായിട്ടൊക്കെ എടുക്കാതിരിക്കും. പക്ഷെ പിന്നീട് അത് ഗുരുതരമാകുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയ അവസ്ഥയിലെത്തിയിട്ടുണ്ടാകും നിങ്ങൾ. അതിനുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അടയാളമാണ് കേട്ടോ ഇത്. നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ടോക്സിക് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മറ്റൊരു അടയാളമാണ് അവൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടോ എന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കാതെ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം ഉൾക്കൊള്ളാതെ സ്വന്തം ആവശ്യങ്ങളും ഇഷ്ടങ്ങളും നടത്തിയെടുക്കുവാൻ മാത്രം പ്രയത്നിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എങ്കിൽ അവൾ ഒരു ടോക്സിക് പേഴ്സണാലിറ്റിയാണ് എന്നതിൽ മറ്റൊരു തെളിവ് ആവശ്യമില്ല കേട്ടോ. സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുമായുള്ള ബന്ധം നരകതുല്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനൊപ്പം റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടമായി എന്ന് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങളെ അമിതമായിട്ട് നിയന്ത്രിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്നതിൻ്റെ ക്ലിയർ കട്ട് സൈനാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മറയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരിക്കും അത്തരത്തിലുള്ള പെൺകുട്ടികൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കുക. എന്തിനും ഏതിനും നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ അനുവാദവും വാങ്ങേണ്ട ഗതികേടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണുള്ളത്. നിങ്ങളുടെ ഫോണ് എന്ന് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അരിച്ചു പെറുക്കുക. അവളുടെ ഫോൺ നിങ്ങൾ തൊടാൻ പോലും സമ്മതിക്കാതിരിക്കാറൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് പെൺസുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാൻ അനുവാദം നൽകാതെ അവളെല്ലാ ആൺസുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാറുണ്ടോ? നിങ്ങളുടെ മേലിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഈ ബാധകമായിരിക്കുന്ന നിയമങ്ങൾ അവളുടെ മേലും ബാധകമല്ലേ? ബാധകമാണെങ്കിൽ സാരമില്ല, ബന്ധങ്ങളിൽ അച്ചടക്കം ഉണ്ടാകുന്നതൊക്കെ നല്ലതാണ്.
എന്നാൽ സംഭവം തിരിച്ചാണ് എങ്കിൽ ആ പോക്ക് അത്ര ശരിയാവില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മേലെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അടിച്ചേൽപ്പിക്കുന്ന അതേ നിയമനങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് കാറ്റിൽ പറത്തി നടക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഒരു ടോക്സിക് പേഴ്സണാലിറ്റിയാണ്. മനുഷ്യൻ ഒരു വികാര ജീവിയാണ്. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് വളരെയധികം ആവശ്യമുള്ള ഘട്ടങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അത്തരം സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ മാനസിക പിന്തുണ നൽകാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന ഒരു ഗേൾ ഫ്രണ്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവളുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവളൊരു ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. നമുക്ക് മാനസിക പിന്തുണ നൽകുന്ന ഒരാളോടുള്ള ബന്ധം വളരെ ആഴത്തിലുള്ള ഒന്നായിരിക്കും. അതുപോലെ തന്നെ ടോക്സിക് ഗേൾ ഫ്രണ്ടിനെ തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് അടുപ്പമില്ലായ്മ പ്രകടിപ്പിച്ച് നിങ്ങളെ ശിക്ഷിക്കുക എന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാരണവശാൽ ഒരു തെറ്റ് സംഭവിച്ചു, അതുമൂലം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് വിഷമം ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞു. അത് പരിഹരിക്കുവാനായിട്ട് നിങ്ങൾ മുൻകൈ എടുത്ത് സംസാരിക്കുവാൻ ചെല്ലുമ്പോൾ ഉള്ളിലുള്ള വിഷമം ഒന്നും തുറന്ന് പറയാതെ എനിക്ക് കുഴപ്പമില്ല, ഐ ആം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ശേഷം പിന്നീട് നിങ്ങളോട് യാതൊരു അടുപ്പവും പ്രകടിപ്പിക്കാതെ അന്യനെ പോലെ പെരുമാറി വേദനിപ്പിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിന് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഉറപ്പിച്ചോ അവളൊരു ടോക്സിക് പേഴ്സണാലിറ്റിയാണ്. ബന്ധങ്ങളിൽ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമൊക്കെ ഉണ്ട്. അത് ഒരു ബന്ധത്തിൽ ഉൾപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ ഉന്നമനത്തിന് ഉപകരിക്കുന്നതാണ്, എങ്കിൽ നല്ലതാണ്. എന്നാൽ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങളുടെ ബലഹീനതകൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ നിരന്തരം വിമർശിച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് അവളുടെ ടോക്സിക് വ്യക്തിത്വമാണ് എന്നതിൻ്റെ തെളിവാണ്. അത്തരത്തിൽ ഒരു പെരുമാറ്റം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അവൾ യാതൊരു ബഹുമാനവും നൽകുന്നില്ല എന്ന് എത്രയും വേഗം മനസ്സിലാക്കുക. അടുത്തത് വിശ്വാസമാണ് കേട്ടോ. ഒരു ടോക്സിക് ഗേൾ ഫ്രണ്ട് ഒരിക്കലും നിങ്ങളെ വിശ്വസിക്കുകയില്ല. അവർ എപ്പോഴും നിങ്ങളെ സംശയിച്ചു കൊണ്ടിരിക്കും. ആ സംശയം മൂത്ത് നിങ്ങൾ അവളോട് കള്ളമാണ് പറയുകയാണ് എന്ന് ചതിക്കുകയാണ് എന്നും വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ മുന്നിൽ എല്ലാത്തിനും തെളിവ് നൽകേണ്ടേക്ക് വരും. അത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഊഷ്മളത വൈകാതെ തച്ചു ചേർക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വ്യക്തിയുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് സ്വകാര്യമായിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ സഞ്ചരിക്കുവാനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വസ്തുക്കളിൽ ഒരു പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുവാനോ പോലും പ്രൈവസി നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ അവളൊരു ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്നതിന് വേറൊരു അടയാളവും വേണ്ടിവരില്ല. സ്വന്തം സ്വകാര്യത പങ്കാളിക്ക് തീരെഴുതി കൊടുത്തല്ല ഒരു ബന്ധത്തിന്റെ അടിത്തറ പണിയേണ്ടതെന്ന് എപ്പോഴും ഓർക്കുക. ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് ബന്ധനങ്ങളിൽ ചാടുന്നതിൽ നിന്ന് നിങ്ങളെ ഇതൊക്കെ രക്ഷിക്കും. ടോക്സിക് സ്വഭാവമുള്ള പെൺകുട്ടികൾക്ക് താങ്കളുടെ പാർട്ട്നേഴ്സിനെ വെള്ളം കുടിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് മൂഡ് സ്വിങ്. പെൺകുട്ടികളുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾക്കിടയിൽ അവർ മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ടോക്സിക് സ്വഭാവമുള്ള പെൺകുട്ടികൾ ഈ മൂഡ് സ്വിങ്ങിനെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തുണ്ടായാലും മൂഡ് സ്വിങ്ങിന്റെ മൂടുപടം പുടച്ച് അവർ നിങ്ങളെ ശിക്ഷിക്കും. മിക്കപ്പോഴും അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മൂഡ് സ്വിങ് തിരിച്ചറിയാൻ അവരുടെ പങ്കാളിക്ക് സാധിക്കില്ല. പക്ഷേ അത് കാലക്രമേണ അവരുടെ ബന്ധം തകരുന്നതിനുള്ള വഴി തെളിയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അധികം മൂഡ് സ്വിങ് കാണിക്കുന്ന പെൺകുട്ടികൾ ടോക്സിക് ആണെന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ ഒരിക്കലും തനിച്ചാക്കരുത്, തനിച്ചാക്കിയാൽ നിങ്ങളെ കൊല്ലും എന്നൊക്കെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങളോട് പറയാറുണ്ടാ? പലപ്പോഴൊക്കെ അതൊക്കെ നമ്മളുള്ള സ്നേഹവും കരുതലും കൊണ്ടാണെന്നാണ് കരുതുന്നത്. സ്നേഹവും കരുതലും കൊണ്ട് അങ്ങനെ പറയുന്ന പെൺകുട്ടികളുണ്ട്. എന്നാൽ ടോക്സിക് സ്വഭാവമുള്ള പെൺകുട്ടികൾ സ്നേഹവും കരുതലും കൊണ്ടല്ല, നിങ്ങളെ അവരിലേക്ക് മാത്രം ഒതുക്കി നിർത്താനുള്ള ആയുധമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അധികം വഴങ്ങിയാൽ അധികം വൈകാതെ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ. നിങ്ങളും നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് തമ്മിൽ ഒരു വഴക്കോ തർക്കമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ പറയുന്ന സ്വഭാവം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനുണ്ടെങ്കിൽ അവൾ ഒരു ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ അത്. ജയിക്കാൻ വേണ്ടി ഏതറ്റവും പോകാൻ മടികാട്ടുന്ന ഒരാളുടെ റിലേഷൻഷിപ്പ് അത് അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വഭാവം പ്രകടിപ്പിക്കുന്ന പെൺകുട്ടികളിൽ നിന്നും അകലം പാലിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. നിങ്ങൾക്ക് മുകളിൽ എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്സ് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതും ടോക്സിക് പേഴ്സണാലിറ്റിയുടെ തെളിവാണ്. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞാനിത് ചെയ്യും, നിങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എനിക്ക് അത് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്ന ശീലമുള്ള പെൺകുട്ടിയാണ് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എങ്കിൽ അനിയാ പതുക്കെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് സ്കൂട്ട് ആയിക്കോട്ടോ. കാരണം ഒരു ഇഫ് എൽസ് ലൂപ്പ് അല്ല നമ്മുടെ ജീവിതം. ഇങ്ങനെ ആയാൽ പിന്നെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുകയോ നിങ്ങളുടെ വിജയങ്ങളിൽ നിങ്ങളെ അഭിനന്ദിക്കുകയോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുകയോ ചെയ്യാതിരിക്കുകയും അവയെല്ലാം തിരികെ നിങ്ങൾ പ്രകടിപ്പിക്കണമെന്ന് വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗേൾ ഫ്രണ്ട് ടോക്സിക് ഗേൾ ഫ്രണ്ടിന് ഉത്തമ ഉദാഹരണമാണ്.
പരസ്പര ബഹുമാനവും സ്നേഹവും ഇല്ലാത്ത ഒരാളിൽ നിന്ന് മാത്രമേ അത്തരത്തിൽ ഒരു പ്രവൃത്തിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവമുള്ള പെൺകുട്ടികളെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുന്നത് തന്നെയാണ് ആൺകുട്ടികൾക്ക് നല്ലത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതുപോലുള്ള രസകരവും വിജ്ഞാനപ്രദവുമായിട്ടുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സിക്സ്ത് സെൻസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തത്സമയം ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. സ്റ്റേ ട്യൂൺ ചിൽ.